ശബരിമല മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഇന്ന് നടക്കും. പേട്ടതുള്ളലിനായുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ. ഉച്ചയോടെ വാദ്യമേളങ്ങളുടെയും ശരണമന്ത്രങ്ങളുടെയും അകമ്പടിയോടെ പേട്ട കൊച്ചമ്പലത്തിൽ നിന്ന് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആദ്യം ആരംഭിക്കും. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയുടെ സാന്നിധ്യവുമായി ശ്രീകൃഷ്ണ പരുന്ത് ക്ഷേത്രത്തിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്നതോടുകൂടിയാണ് പേട്ടതുള്ളൽ ആരംഭിക്കുക. വാവരുപള്ളിയിലെ സ്വീകരണത്തിന് ക്ഷേത്രം വാവരുടെ പ്രതിനിധിയോടൊപ്പം പേട്ടതുള്ളൽ സംഘം എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരും. പിന്നാലെ ആലങ്ങാട് ദേശത്തിന്റെ പേട്ടതുള്ളൽ നടക്കും. ആകാശത്ത് പൊന്നക്ഷത്രം തിളങ്ങുന്നതോടെയാണ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ കൊച്ചമ്പലത്തിൽ നിന്ന് പുറപ്പെടുന്നത്. അമ്പലപ്പുഴ സംഘത്തോടൊപ്പം വാവരും പോയെന്ന വിശ്വാസം കണക്കിലെടുത്ത് ആലങ്ങാട് സംഘം പള്ളിയിൽ കയറാതെയാണ് പോകുന്നത്. വാദ്യമേളം, കാവടിയാട്ടം, പൂക്കാവടി എന്നിവ പേട്ടതുള്ളലിന് മാറ്റുകൂട്ടും. കന്നിസ്വാമിമാർ മുഖത്ത് ചായം തേച്ച് തടിയായുധങ്ങളുമായി ആനന്ദ നൃത്തം ചവിട്ടുന്നതിനെയാണ് പേട്ടതുള്ളലെന്ന് വിളിക്കുന്നത്. അഹന്ത വെടിഞ്ഞ അയ്യപ്പനിൽ സർവവും സമർപ്പിക്കുക എന്ന ആന്തരികാർത്ഥവും ഈ അനുഷ്ഠാനത്തിനുണ്ട്. എരുമേലിയിലെ വാവരുപള്ളിയും ശാസ്ത ക്ഷേത്രവും വലം വെച്ച് വാവരുപള്ളിയിൽ കയറി ദർശനം നടത്തിയിട്ട് കാണിക്കയിട്ട് വലിയ അമ്പലത്തിലേക്ക് യാത്ര പോകുന്നു. പുഴയിൽ കുളിച്ച് ക്ഷേത്രത്തിലെത്തിയ അനുവാദം വാങ്ങി ശബരിമലയിലേക്ക് യാത്രയാവുകയാണ് ചെയ്യുന്നത്. പേട്ടയിലുള്ള കൊച്ചമ്പലത്തിൽ ദർശനം നടത്തി നാളികേരം ഉരുട്ടി താളമേള വാദ്യ അകമ്പടിയോടെയാണ് പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. അയ്യപ്പന്റെ മഹിഷി നിഗ്രഹമാണ് എരുമേലി പേട്ടതുള്ളലിന് ആധാരമായ ഐതിഹ്യം. എരുമയുടെ തലയും മനുഷ്യ സ്ത്രീയുടെ ഉടലുമായി മഹിഷി എന്ന ഭീകരരൂപിണിയെ വധിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണിത്. അയ്യപ്പസ്വാമി മഹിഷിയെ നിഗ്രഹിച്ചതിന്റെ ആനന്ദ നടനമാണ് എരുമേലി പേട്ടതുള്ളൽ. തുള്ളാനെത്തുന്ന അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ അയ്യപ്പന്റെ യോദ്ധാക്കളെന്നാണ് വിശ്വാസം. പാണനിലകളും വിവിധതരം ചായങ്ങളും വാരിപ്പൂശി കന്നിസ്വാമിമാർ ശരക്കോലും കച്ചയും കെട്ടി മഹിഷിയുടെ ചേതനയേറ്റ ശരീരമെന്ന സങ്കല്പത്തിൽ തുണിയിൽ പച്ചക്കറി കെട്ടി കമ്പിൽ തൂക്കി തോളിലേറ്റി ആനന്ദ നൃത്തമാടുന്ന ഭക്തിയുടെ നേർക്കാഴ്ചയാണ് പേട്ടതുള്ളൽ. ഭക്തർ ശരീരത്തിലാകെ നിറങ്ങൾ പൂശി കിരീടവും മറ്റും ധരിച്ച് അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്ന വായ്ത്താരികളുമായാണ് പേട്ടതുള്ളൽ നടക്കുന്നത്. മഹിഷി നിഗ്രഹത്തിന് അയ്യപ്പന് കൂട്ടായി വാവരുമുണ്ടായിരുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ എരുമേലിയിലുള്ള വാവർ പള്ളിയിൽ ദർശനം നടത്തിയതിന് പിന്നാലെയാണ് ഭക്തർ പേട്ട കെട്ടുന്നത്. മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ ദേശക്കാരുടെ പേട്ടതുള്ളലാണ് ആദ്യം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഭഗവാന്റെ സാന്നിധ്യമായി ശ്രീകൃഷ്ണ പരുന്ത് ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്നതോടെയാണ് പേട്ട കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. ആലുവ മണപ്പുറത്തെ മഹാദേവന്റെ ക്ഷേത്ര സന്നിധിയിൽ നിന്നും അയ്യപ്പസ്വാമിയുടെ ചൈതന്യം ആവാഹിച്ച ഗോളകയും കൊടിയുമായി പിതൃസ്ഥാനീയരായ ആലങ്ങാട് ദേശക്കാരുടെ പേട്ടതുള്ളലാണ് രണ്ടാമത് നടക്കുന്നത്. പേട്ട കൊച്ചമ്പലത്തിൽ നിന്നും പുറപ്പെടുന്ന അമ്പലപ്പുഴ പേട്ട അയ്യപ്പന്റെ തോഴനായ വാവരെ കൂട്ടാനായി സമീപത്തെ പള്ളിയിൽ കയറിയതാണ് പേട്ടതുള്ളൽ തുടരുന്നത്. ആദ്യത്തെ പേട്ടയോടൊപ്പം വാവരും പോയി എന്ന വിശ്വാസത്തിലാണ് ആലങ്ങാട് ദേശക്കാർ പള്ളിയിൽ കയറാതെ പോകുന്നതും. എരുമേലി പട്ടണത്തിന് ആ പേര് കിട്ടിയത് തന്നെ മഹിഷി നിഗ്രഹവുമായി ബന്ധപ്പെട്ടെന്നാണ് പറയപ്പെടുന്നത്. ക്രൂരതയുടെ പര്യായമായിരുന്ന മഹിഷിയെ വധിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അയ്യപ്പന്റെ അവതാരമെന്നാണ് വിശ്വാസം. അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ച സ്ഥലം എന്ന അർത്ഥത്തിൽ എരുമക്കൊല്ലിയാണ് പിന്നീട് ലോപിച്ച് എരുമേലി ആയത് എന്നാണ് പറയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.